ഈ അടുത്ത സമയത്ത് ബിരിയാണി ഉണ്ടാക്കിയതെല്ലാം ദം ബിരിയാണിയാണേ. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ മോള് പറയുവാണ്, പൊരിച്ച ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് നാളായി ഉമ്മ, അതൊന്ന് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ പിന്നെ അവരുടെ ആഗ്രഹമല്ലേ, അത് തന്നെ നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചിക്കനിൽ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ആക്കാനായിട്ട് വെച്ചേ. അടുത്ത അടുപ്പിൽ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ സ്പൈസസ് ചേർത്ത് കൂടെ അരിയും കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി ചോറ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പം ചിക്കൻ ഫ്രൈ ആക്കിയ അടുപ്പിൽ ഞാൻ വേറൊരു പാത്രം വെച്ചു. നെയ്യൊഴിച്ച് ചൂടായപ്പോൾ അണ്ടിപ്പരിപ്പില്ല, മുന്തിരിങ്ങ ചേർത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കൂടെ കറിവേപ്പില വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ കുറച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് സവാള അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റുന്നുണ്ട്. സവാള പകുതി ഒന്ന് വഴന്നു വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും തൈര് ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് ആ മസാല ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ പുതിനയില ഉണങ്ങിയതും ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ പുതിനയില ഉണങ്ങിയത് പൊടിച്ച് ചേർത്താറുണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ്. അങ്ങനെ നമ്മുടെ മസാലയും ചോറും എല്ലാം സെറ്റായി. ഇനി ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതേപോലെ ചോറും മസാലയും ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് പകുതി ഇട്ട് കൊടുക്കാം. ഏറ്റവും ടോപ്പിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി മിക്സാക്കി ഇട്ട് കൊടുക്കണം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവിയേറ്റി എടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പം ഞാൻ ലാസ്റ്റ് മസാല റെഡിയാക്കിയ പാത്രത്തിൽ ഒരിത്തിരി ചോറിട്ട് പപ്പടവുമായിട്ട് കഴിച്ചേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.